അല്ല, നീ അമ്മുക്കുട്ടി. എന്താ വഴക്കിടാൻ പോവാണോ? വഴക്കിടല്ല ആന്റി. രണ്ടാളും വഴക്കിടരുത്. നിങ്ങളുടെ ഡാഡി ആശുപത്രിയിൽ നിന്ന് ഉടനെ വരും. രണ്ടാളെ കൊണ്ടുപോവുകയും ചെയ്യും. ഇല്ല ആന്റി, അമ്മുക്കുട്ടിയെ മാത്രമേ കൊണ്ടുപോവുള്ളൂ. അമ്മുക്കുട്ടി ഇവളാ. ഇല്ല മോളെ, നല്ലവനാ പ്രദീപ് സാറ്. നിങ്ങളിൽ ഒരാളെയും അനാഥരാക്കില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് അപ്പാപ്പനുണ്ട്, ഡോക്ടർ ആന്റിയുണ്ട്, ത്രേസ്യാമ്മച്ചിയുണ്ട്. അവരാരും നിങ്ങളെ തെരുവിൽ ഇറക്കി വിടില്ല. ആന്റി പോവാണോ? ഞാൻ പോണു മക്കളെ. എങ്ങോട്ട്? എന്റെ കൂട്ടരുടെ അടുത്തേക്ക്. ആ ചെറിയ ചെറ്റക്കൊടിലാണ് എനിക്ക് സന്തോഷം. അവിടെ വേണം എന്റെ മോൻ വളരാൻ. അയ്യോ ആന്റി പോവാണോ? പോവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ആര് സമ്മതിച്ചില്ലേലും ആന്റി പോവും. ആരും സമ്മതിക്കില്ലെന്ന് ആന്റിക്കറിയാം. അതുകൊണ്ടാ അപ്പാപ്പനും ഡോക്ടർ ആന്റിയൊന്നും ഇല്ലാത്തപ്പം ആന്റി ഈ വീടിട്ട് പോകുന്നേ. ആന്റി പ്ലീസ്, ഞങ്ങളെ ഇവിടെ വിട്ടേച്ച് പോണ്ട. പാർവതി ആന്റി അപ്പൂപ്പനെ കാണാൻ അങ്ങ് ദൂരെ ആശുപത്രി പോയിരിക്കുക. ഇവിടെ ഇപ്പൊ അമ്മണിയമ്മ മാത്രമേ ഉള്ളൂ. അവർക്കാണേ നമ്മൾ രണ്ടുപേരെയും ഇഷ്ടമില്ല. മക്കളെ, നിങ്ങൾ വിഷമിക്കരുത്. ഈ വീട്ടിൽ കയറി വന്ന് നിങ്ങൾ രണ്ടാളെയും ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഈ വീട്ടിൽ പോലീസ് കാവലുണ്ട്. നിങ്ങൾ ധൈര്യമായിരിക്കെ. ആന്റി പോയാ നമുക്ക് ഭയങ്കര സങ്കടാവും. എനിക്ക് സങ്കടമുണ്ട്. ആന്റി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും ആന്റി ഉടനെ ഓടി വരും. അപ്പാപ്പൻ തിരിച്ചു വന്നാ പിന്നെ ആന്റി എങ്ങും വിടത്തില്ല. അതാ ഞാൻ ഇപ്പൊ പോകുന്നത്. അപ്പൊ നമുക്കിനി കതിറിനെ കാണാൻ പറ്റില്ലേ? കാണാം. നിങ്ങളെ രണ്ടാളെയും കൂട്ടി കേശുമാവൻ കാട്ടി വരും. അപ്പൊ കതിരിനെ കാണാം. അത് മതി. സർ, അറിയാം സർ. അറസ്റ്റ് ഉടനെ ഉണ്ടാവും സർ. മൊഴി എടുത്തിട്ടുണ്ട്. ഹീസ് ടോട്ടലി ഇന്നസെന്റ് സർ. ബാംഗ്ലൂരിലേക്ക് മെസ്സേജ് കൊടുത്തു. സ്ട്രോങ് അണ്ടർവേൾഡ് കണക്ഷൻ ഉണ്ട് സർ. ഞങ്ങൾ റെയ്ഡ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഷീസ് ഗെറ്റിംഗ് ഓക്കെ. ICUലാണ്. സംസാരിക്കാറായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാലുടൻ അറിയിക്കാം സർ. സർ, കരിമിന് പോവാം. എങ്ങോട്ട് പോവാൻ? കൊലപാതക ശ്രമത്തിന് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ ഇപ്പൊ ഒരു പറഞ്ഞേക്കല്? കരിമൻ അറിയാലോ, പ്രദീപ് മരണവെപ്രാളത്തോടെ പിടയുമ്പോൾ സമീപത്ത് കണ്ടെത്തിയ ഏകയാൾ കരിമനാണ്. നിങ്ങൾ തമ്മിലുള്ള മുൻകാല ശത്രുതയുടെ പേരിൽ ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. സാഹചര്യ തെളിവുകളും നിങ്ങൾക്കെതിരായിരുന്നു. കൊള്ളാം, എല്ലാം ഭംഗിയായി പറഞ്ഞു തീർത്തു. ഈ നിരപരാധിയായ എന്നെ ഇത്രയും ദിവസം നിങ്ങൾ ജയിലിലിട്ടു. എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കൊള്ളരുതാത്തതിനും ക്രിമിനലും ആക്കി. നാട്ടുകാരുടെ എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ ഒരു കൊലപാതകയാക്കി നിങ്ങൾ ചിത്രീകരിച്ചു. എന്നിട്ടിപ്പോ വെറുതെ വിട്ടിരിക്കുന്നെന്ന്. നിങ്ങൾക്കൊക്കെ ആദിവാസികൾ എന്ന് പറഞ്ഞാ വെറും കളിപ്പാവകളാ. അവരുടെ നെഞ്ചത്ത് കയറി എന്ത് തോന്നിവാസം കാണിക്കാം ആർക്കും. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവര് പ്രാണികളാണല്ലോ ഞങ്ങള്. കരുമ, വെറുതെ ഓരോന്ന് വിചാരിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ചിന്നുവിന് നിന്നെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി സമാധാനമായി സന്തോഷത്തോടെ നിങ്ങൾ രണ്ടാളും ജീവിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. അവൾ എന്റെ സഹോദരിയാ. ഓഹോ, ഇപ്പോഴാണോ നിങ്ങൾ അത് അറിഞ്ഞത്? എന്നെ അറസ്റ്റ് ചെയ്ത് വിജയപേരി ആഘോഷിക്കുമ്പോ നിങ്ങൾ പത്രക്കാരോട് വിളിച്ചു പറഞ്ഞല്ലോ, കാടിനും നാടിനും ഉപദ്രവകാരിയായ ഒരു ക്രിമിനലെയാണ് നിങ്ങൾ അകത്തിട്ടിരിക്കുന്നതെന്ന്. പ്ലീസ് കരുമൻ, ഞാൻ ഇനി സത്യം പറയാം. ഇറ്റ് വാസ് എ പ്ലാൻഡ് മൂവ്മെന്റ്. എന്റെ സീനിയർ ഉദ്യോഗസ്ഥനുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരുന്നു ഈ നാടകമെല്ലാം. കരുമൻ കുറ്റവാളിയല്ലെന്ന കാര്യം നിന്നെപ്പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിനും എനിക്കും അറിയാമായിരുന്നു. പക്ഷേ ഈ അറസ്റ്റ് അനിവാര്യമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലെത്തിയ ഒരു അധോലോക ഗ്രൂപ്പിനെ വലവീശി പിടിക്കാനുള്ള പോലീസ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു അത്. എന്നിട്ട് തന്ത്രം എന്തായി? തന്ത്രം വിജയത്തിലെത്താറായപ്പോ എവിടെ ഒരു കുഴപ്പം പറ്റി. ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ആരും അവരെ അറിയിച്ചു. ശ്യാമിന്റെ താവളം റെയ്ഡ് ചെയ്യാൻ 2 തവണ നടത്തിയ ശ്രമവും വിജയിച്ചില്ല. പക്ഷേ അഞ്ജുവിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായി. എന്നുവെച്ചാ
നിങ്ങളെക്കാളൊക്കെ മിടുക്കനാണ് ശ്യാമെന്ന് അർത്ഥം. മിടുക്കൻ, ഇതാണ് അവന്റെ മിടുക്കെന്ന് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും എന്റെ സോനയെ വിവാഹം ചെയ്യില്ലായിരുന്നു. അവളെ എങ്ങനെയും ഞാൻ പിന്തിരിപ്പിച്ചേനെ. എങ്കിൽ എന്റെ സോനയ്ക്ക് അകാല മരണം ഉണ്ടാവില്ലായിരുന്നു. എന്നുവെച്ചാ സോനയെ കൊന്നാണോ? യെസ്, ഇറ്റ് വാസ് എ പ്ലാൻഡ് മർഡർ. ആദ്യം എന്നിൽ നിന്നും സോനയെ അകറ്റി. അപ്പൂപ്പനെ വരെ അവൾ തള്ളി പറഞ്ഞു. അവൾക്ക് സ്വന്തം അമ്മയേക്കാൾ സ്നേഹം എന്റെ മമ്മിയായിരുന്നു. ആ മമ്മിയെ അവൾ ആട്ടി പുറത്താക്കി. ഒടുവിൽ ശ്യാമിനെ വിശ്വസിച്ച് അയാളുടെ കൂടെ അവൾ ബാംഗ്ലൂരിലേക്ക് പോയി. എന്നിട്ട് ബാംഗ്ലൂരിൽ ഞാൻ വിശദമായി അന്വേഷിച്ചു. സോന മരിച്ചത് ഒരു കാർ ആക്സിഡന്റിലാണ്. നിർത്തിയിട്ടിരുന്ന കാറിൽ ഒരു ലോറി വന്നിടിച്ച്. കാറിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിരിക്കുകയായിരുന്നു സോന. ഒറ്റയ്ക്കായിരുന്നു. മരിക്കുന്നതിന് മുൻപ് സോനയുടെ കയ്യിൽ നിന്നും ചില പേപ്പറുകൾ ശ്യാം ഒപ്പിട്ട് വാങ്ങിയിരുന്നു. അമ്മുക്കുട്ടിയുടെ മേലും സോനയുടെ സ്വത്തിന്മേലുമുള്ള അവകാശങ്ങൾ ശ്യാമിൻ്റേതാക്കിക്കൊണ്ടുള്ള രേഖകളായിരുന്നു അത്. അപ്പോ ശ്യാം? അതെ, നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അപകടകാരിയായ ക്രിമിനലാണ് അയാൾ. അയാൾ ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുമോ എന്ന് എന്റെ പേടി. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കേസിൽ എനിക്ക് അയാളെ കുരുക്കണം. അതിനിപ്പോ എനിക്കൊരവസരം ഉണ്ടായി. അഞ്ജുവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ശ്യാമിനെ കണ്ടെത്തിയാൽ മാത്രം മതി. കരുമ, നീ എന്നെ ഇനി തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും അപകടകാരിയായ ക്രിമിനലാണ് ശ്യാം. അവനെ പിടിക്കാൻ നീ എന്നെ സഹായിക്കണം. അരിയേക്കാ കൂടുതൽ കല്ല്. എന്റെ മലദൈവങ്ങളെ, എന്റെ കരുമനെ ജീവനോടെ കാണാൻ പറ്റിയല്ലോ. അതെന്താ, ഞാൻ ചത്തുവെന്ന് കരുതിയോ? അതേടാ, ഞാൻ ഇന്നലെ കിനാവ് കണ്ട് നിന്റെ കഴുത്തേല് കയറ് കുരുക്കണതും നീ കിടന്ന് പിടയ്ക്കണതും ഞാൻ സ്വപ്നം കണ്ട്. ആ, പിറ്റേന്ന് ഞാൻ മന്ത്രപ്ലാത്തിയിലെടുത്ത് പോയി. അയാള് പറഞ്ഞപ്പോഴാ സമാധാനമായത്. അയാൾ എന്തോ പറഞ്ഞു? എന്നാ പറയാനാ, കിനാവില് ചാവണത് കണ്ട ആ ചാവണ ആളിന് 100 ആയുഷെന്ന്. അതോടെ ഈ മുത്തിക്ക് സമാധാനമായി. പക്ഷെ സമാധാനം മുത്തിക്ക് മാത്രം പോരല്ലോ. അതെന്നാതാടാ നീ അങ്ങനെ പറഞ്ഞത്? ഓ, നിന്റെ കെട്ടിയുള്ള കാര്യം. എടാ, നീരേറ്റുകാരുടെ ചോറ് തിന്നപ്പം അവള് നിന്നെ മറന്നു, ഈ കാടിനെയും മറന്നു. അവളോട് പോവാൻ പറയടാ. നിനക്ക് അവള് വന്നില്ലേ വരണ്ട. നിനക്ക് നല്ല മിടുക്കിയായ ഒരു പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ട്. അക്കരെ കാട്ടിലെ പുല്ലാരിക്കുന്നിലെ കരിമണിക്കനി. കരിമണിക്കനിയോ? എന്നുവെച്ചാ കരിങ്കരുമോ? നീ പോടാ കുരുത്തം കെട്ടവന്. അവളെ കണ്ട നല്ല കരിവീട്ടി പോലിരിക്കും. നല്ല പൊക്ക, നല്ല തടി, തേക്കും തടി തോളേലിട്ട് മലയിറങ്ങണ പെണ്ണ്. എടാ, നിന്നെ അവള് പൊന്നുപോലെ നോക്കും. നീ എന്നതാടാ ഒന്നും മിണ്ടാത്തെ? കരിമണിക്കനിയെ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ? വിളിച്ചോണ്ട് വാ. കരിമണിയെയും കാട്ടുപോത്തിനെയൊക്കെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. ദേ, കുടിലുള്ളിൽ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ഈ ചിന്നുവിന്റെ കൈക്ക് നല്ല ബലവുമുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ കരുമന്റെ മനസ്സിൽ വിഷം കുത്തി വെക്കാൻ ഇറങ്ങിയിട്ടല്ലേ മുത്തി? കൊള്ളാലോ. എന്താ രണ്ടാളും മിഴിച്ചു നോക്കണേ? ചെല്ല്, രണ്ടാളും പോയി ആ കരിമന്തിയെ കൊണ്ടുവാ. അതെ ചിന്നു പെണ്ണെ, നീ ദേഷ്യപ്പെടണ്ട. നിന്നെ കാണാതിരുന്നപ്പോ ഞാൻ അതും ഇതുമൊക്കെ വിളിച്ചു പറഞ്ഞു. ദേ, നീ ആ ചാപ്പാണി ഇങ്ങതാ. ചാപ്പാണിന്നൊന്നുമല്ല അവന്റെ പേര്, കതിരനെന്നാ. അത് അവന്റെ അപ്പാപ്പനിട്ട പേരാ. ഞാൻ അവനെ ചാപ്പാണിന്നേ വിളിക്കൂ. ഇങ്ങോട്ട് താ, ഇങ്ങതാടി. ഞാൻ അവന് മുത്തം കൊടുക്കട്ടെ. മുത്തി അങ്ങനെ ഇപ്പൊ മുത്തം കൊടുക്കണം? അതെന്നതാടാ? വായ നിറയെ വെറ്റമുറുക്കിയിട്ട് ചീള വഴി ഒഴുകുക. ആദ്യം പോയി വായ കഴിയിട്ട് വാ, എന്നിട്ട് മുത്തം കൊടുക്കാം.
നീ അവനെ ഇതാ. വേണ്ട 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 പൊന്നു വേണ്ട, അപ്പന്റെ പൊന്നു വേണ്ട 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 കരയിലട പൊന്നെ. നിന്നെ അപ്പൻ ആർക്കും കൊടുക്കാല. അപ്പോ കൊച്ചിനെ മാത്രം മതിയോ? വേണ്ട വേണ്ട വേണ്ട. നീ വാ, എനിക്ക് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കിത്താ, നല്ല വിശപ്പുണ്ട്. കരയിലട പൊന്നെ, മാറുതല്ലേ. അത് കൊള്ളാലോ. അപ്പം മുത്തി പെരയ്ക്ക് പുറത്ത്. എന്താ മേനോൻ ചേട്ടൻ പതിവില്ലാതെ ഡ്രസ്സൊക്കെ തന്നെ തന്നെ എടുത്തു വെക്കുന്നേ? പണ്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഡ്രസ്സ് അടുക്കി വെച്ചിരുന്നത്. മേനോൻ ചേട്ടാ, പക്ഷേ ഞാൻ വന്നതിന് ശേഷം അങ്ങനെയല്ലല്ലോ. പ്ലീസ്, ഞാൻ എടുത്തു വെക്കാം. മാറി നിൽക്ക. Come on, do it. നിന്റെ അവകാശത്തിൽ ഞാൻ കൈകടത്തില്ല. അല്ല, എങ്ങോട്ടാ ഇത്ര ധൃതി വെച്ചൊരു യാത്രയെന്ന് പറഞ്ഞില്ല? ദുബായ്. നമ്മുടെ അവിടുത്തെ ജ്വല്ലറി ഷോപ്പിലെ ജനറൽ മാനേജർ രാജിവെച്ചു. അയാൾ ഏതോ അമേരിക്കൻ ഡയമണ്ട് ഷോപ്പിൽ ജോയിൻ ചെയ്ത് നിന്നു. പുതിയൊരാളെ കണ്ടെത്തി അപ്പം ചെയ്യണം. പിന്നെ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. കണക്കൊക്കെ ഒന്ന് നോക്കണം. പുതിയതായി തുടങ്ങുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അയ്യോ, അപ്പോ ഒരുപാട് ദിവസം തങ്ങേണ്ടി വരുമല്ലോ. ഇതറിഞ്ഞെങ്കിൽ ഞാനും കൂടെ വന്നേനെ. അതെങ്ങനെയാ? നിന്നോട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിട്ട് ഇതുവരെ എടുത്തോ? പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ വിദേശത്ത് എങ്ങനെയാ പോവാ? ഐ ഡോണ്ട് വോണ്ട് ടു മിസ് നെക്സ്റ്റ് ടൈം. മേനോൻ ചേട്ടന്റെ കൂടെ ഒരു വിദേശ ട്രിപ്പ് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. ഏട്ടന്റെ എല്ലാ സ്വപ്നങ്ങളിലും ഞാനില്ലേ? ഇല്ലേ? അതെ, നീ മാത്രമേ ഉള്ളൂ. മേനോൻ ചേട്ടൻ ഇത്തവണ പോയിട്ട് വന്നിട്ട് നമുക്കൊരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്യണം. കാര്യമൊക്കെ കൊള്ളാം. പക്ഷേ ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ ആ ജനറൽ മാനേജർ അത്ര എഫിഷ്യൻ്റ് ഒന്നും അല്ല. പണ്ട് ഞാൻ യാത്രയിലാകുമ്പോൾ ചേച്ചിയാ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. ചേച്ചി ഇപ്പോൾ വലിയ പണക്കത്തിലാണല്ലോ. നമുക്കൊരു പുതിയ MD അപ്പോയിന്റ് ചെയ്യാം. ആ വീണയെ മാരേജ് ചെയ്ത സുധീഷ് നായർ എങ്ങനെയുണ്ട്? അയാള് പണ്ടിയുടെ ആപ്ലിക്കേഷൻ തന്നിരുന്നു. ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. എല്ലാം മേനോൻ ചേട്ടന്റെ തീരുമാനം പോലെ. ഇക്കാര്യത്തിലൊന്നും എനിക്കൊരു അഭിപ്രായം പറയാനില്ല. എനിവേ, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. അപ്പോ എത്ര ദിവസം കഴിഞ്ഞ് വരും? കുറഞ്ഞത് ഒരു 8 days, ചിലപ്പോൾ 10 ആയേക്കാം. അയ്യോ, 10 ദിവസോ? യെസ്, ഒരുപാട് ജോലികളുണ്ടാവട്ടെ. ഉവ്വ്. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം നമ്മൾ ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ല. വർഷ, പിരിഞ്ഞിരുന്നാലും നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഫോണിൽ ബന്ധപ്പെടും ചെയ്യുമല്ലോ. എന്നാലും ഇത്രയും ദിവസം ഞാൻ എങ്ങനെ കാണാതെ? ഡോണ്ട് ബി സില്ലി. നീ നല്ല മനക്കരുത്തുള്ള ആളാണെന്ന് ഞാൻ കരുതിയിരുന്നു. ഛേ, ഇതുവരെ സാധാരണ പെണ്ണുങ്ങളെ പോലെ. ബി ബ്രേവ്. ഞാൻ വരുമ്പോൾ എന്തൊക്കെ എൻ്റെ മോൾക്ക് കൊണ്ടുവരണ്ട? എനിക്കൊന്നും വേണ്ട, എന്റെ മേനോൻ ചേട്ടനെ മതി. ഓ, ഞാൻ എത്ര ഭാഗ്യവാനാ. പതിവ്രതയായ ഭാര്യ എന്നതൊക്കെ പഴയ സങ്കല്പങ്ങളായി. പക്ഷേ നിന്നെപ്പോലെ പതിവ്രതയായ ഒരാളെ എനിക്ക് കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഐ ആം പ്രൗഡ് ഓഫ് യു. വർഷ, പണ്ട് മലയാളം മുൻഷി സാർ പറയായിരുന്നു, പതിവ്രതയും പ്രിയമതയായ ഭാര്യ ഉണ്ടെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറെ ഇല്ലെന്ന്. അതല്ലെങ്കിൽ വീടൊരു കാടാകുമെന്ന സത്യം. ബൈ ദ ബൈ, നീ വേഗം ആഹാരം എടുത്ത് വയ്ക്കാം. എൻ്റെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 3:30. 3 മണിക്ക് മുമ്പ് എയർപോർട്ടിലെത്തണം. അതിനിപ്പോ മണി 8 ആയുള്ളൂ. ഇനിയും നീണ്ട 5 മണിക്കൂറുകളുണ്ട്. ദാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞു. വേഗം വന്നോളൂ.